ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം പുതിയ റെസിപ്പിയിലേക്ക്. ഇന്ന് എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കണ്ണൂർ സ്റ്റൈൽ സദ്യ സ്പെഷ്യൽ നാരങ്ങാ കറി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ നാരങ്ങാ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 തരത്തിലുള്ള നാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. വടുകപ്പുളി നാരങ്ങ, അതുപോലെ കണ്ണൂർ സൈഡിൽ അറിയപ്പെടുന്ന മാതള നാരങ്ങ. രണ്ടും ചേർത്താണ് ഞാനിവിടെ നാരങ്ങാ കറി ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 വെല്ലത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, ഒരു 10-12 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ 50 ഗ്രാം പുളി, അത് പിഴിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നാരങ്ങ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും. നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പുളി ഒരു 2.5 ഗ്ലാസ് വെള്ളത്തിൽ, 2.5 കപ്പ് വെള്ളത്തിൽ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഈ പുളി. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇവ ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുക്കണം, കട്ടയൊന്നും പാടില്ല. അതിനുശേഷം മാത്രമാണ് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റോളം തിളച്ച് ഒന്ന് കുറുകി വരാൻ അനുവദിക്കാം. ഒന്ന് കുറുകി വന്നതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികൾ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുക്കാം, വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്യാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു 3 കട്ട വെല്ലം. നമുക്കറിയാം നാരങ്ങക്കൊക്കെ ഒരു ചെറിയ കയ്പ്പുള്ളതാണ്, അതുകൊണ്ടാണ് കയ്പ്പ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെല്ലം ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വടുകപ്പുളി നാരങ്ങ തൊലി കളഞ്ഞിട്ടാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. മാതള നാരങ്ങയുടെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല. വടുകപ്പുളി നാരങ്ങക്ക് കുറച്ച് കയ്പ്പ് അധികമുള്ളതുകൊണ്ടാണ് തൊലി കളഞ്ഞത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ നാരങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നാരങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. ഇതിലേക്ക് ഉലുവയുടെ പൊടി ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾ ഇറക്കി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് കായത്തിൻ്റെ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 2 ഉണക്കമുളക്, നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്തൊന്ന് നമുക്കിതിലേക്ക് വറുത്തിടാം. വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ നാരങ്ങാ കറി എത്ര പെട്ടെന്ന് തയ്യാറാക്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കി നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ. ഇത് ഏകദേശം ഒരാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിന് പുറത്ത് വെച്ച് സൂക്ഷിക്കാം. 1-2 ആഴ്ചകളോളം, കൂടുതൽ ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ വെച്ചും സൂക്ഷിക്കാൻ കഴിയും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.